ഒരുപാട് ക്ഷേത്രങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതിലെത്ര പേർക്ക് ഈ കാണുന്ന ക്ഷേത്രം അറിയുമെന്നറിയില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാത്തവർക്ക് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കാണുന്ന ശിവക്ഷേത്രം തമിഴ്നാട് സംസ്ഥാനത്തിലുള്ള കോയമ്പത്തൂരിലുള്ള പൂണ്ടി എന്ന സ്ഥലത്ത് വെള്ളിങ്കിരി മല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനിയും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് ഈശയുടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ദൂരത്തിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈശയിലേക്കൊക്കെ വരികയാണെങ്കിൽ മറക്കാതെ ഇവിടെയും കൂടി വരാൻ ശ്രമിക്കുക. കാരണം വളരെയധികം പഴക്കമേറിയ ഒരു ക്ഷേത്രമാണിത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നും മല കയറി 7 മലകളോളം കയറി നമുക്ക് ശിവഭഗവാനെ കാണാൻ പറ്റും. അത് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല, ആണുങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടെ കയറി ചെല്ലുകയാണെങ്കിൽ അത് വളരെ വലിയൊരു പുണ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം കടൽത്തട്ടിൽ നിന്നും 6000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു മലയടിവാരത്തിലാണ് നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം ഉള്ളത്. തമിഴ്നാട്ടിലുള്ള കഠിനമായ മലകളിൽ പ്രധാനപ്പെട്ട ഒരു മലയാണ് വെള്ളിങ്കിരി മല. മലയടിവാരത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ നിന്നും 7 മലകൾ കഷ്ടപ്പെട്ട് കയറി ചെന്നാലാണ് നമുക്ക് ശിവഭഗവാനെ കാണാൻ പറ്റുള്ളൂ. ഇതിൽ ആദ്യത്തെ മലയും അതുപോലെ 7ാമത്തെ മലയും ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് പറയാറുള്ളത്. പിന്നെ സ്ത്രീകൾക്ക് മല കയറാൻ അനുവാദമില്ല. ഈ മലമുകളിലേക്കുള്ള മൊത്തം ദൂരം എന്ന് പറയുന്നത് 6 കിലോമീറ്ററോളമാണ്. അതായത് ഏകദേശം 4 മുതൽ 5 മണിക്കൂറോളമാവും അങ്ങോട്ടുള്ള യാത്ര. അപ്പം നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു വഴിയിലാണ് നമ്മൾ മലയുടെ മുകളിലേക്ക് കയറുന്നത്. കയറുമ്പോഴുള്ള എൻട്രൻസിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഇതിപ്പോൾ ഇത്രയും തിരക്കുണ്ടാവാനുള്ള കാരണം ശിവരാത്രി ആയതുകൊണ്ടാണ്. അതായത് വർഷത്തിൽ 3 പ്രാവശ്യം മാത്രമാണ് ഈ മല കയറാൻ അനുവാദമുള്ളൂ. ഇവിടേക്കൊരു വർഷത്തിൽ 3 പ്രാവശ്യം മാത്രമേ പ്രവേശനമുള്ളൂ. നമുക്ക് താഴെ കണ്ട ആ ഒരു ക്ഷേത്രത്തിലേക്ക് വരാം, പക്ഷെ മല കയറാൻ ഈ വർഷത്തിൽ 3 പ്രാവശ്യം മാത്രമേ പറ്റുള്ളൂ. ഈ 7 മലകളും കയറി ചെല്ലുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സഹായത്തിന് വേണ്ടി ചെറിയ കമ്പുകൾ ഇവിടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് എടുത്തിട്ട് പോവാം. എല്ലാവരും അത് കയ്യിൽ വെച്ചതുകൊണ്ടാണ് മേലെ കയറി പോണത്. അതുപോലെ തന്നെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മല കയറാൻ താല്പര്യമുള്ള ആൾക്കാർ താഴത്തുനിന്ന് തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ, ആവശ്യമുള്ള വെള്ളം, ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ കരുതിക്കൊണ്ട് തന്നെ വേണം പോകാൻ. കാരണം മേലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ മല വരെയൊക്കെയാണ് ഭക്ഷണ സാധനങ്ങൾ കിട്ടുള്ളൂ എന്നാണ് പറയാറ്. അതിനുശേഷം ഒന്നും കിട്ടില്ല. അതുകൊണ്ട് എല്ലാം കരുതണം. അതുപോലെ 6ാമത്തെ മലയൊക്കെ എത്തുമ്പോഴേക്കും നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ, ഇപ്പോൾ കനം കൂടുതലായിട്ട് നമുക്ക് ചുമന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ കൈ പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ മല കയറിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇപ്പം നമ്മൾക്കിപ്പോൾ ലേഡീസ് ആയതുകൊണ്ട് മല കയറി പോകാനുള്ള ഇതൊന്നും ഇവിടെ അനുവാദമില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ താഴെ നമ്മൾക്ക് ക്ഷേത്രത്തിൽ സാധാരണത്തെ പോലെ എല്ലാ പ്രതിഷ്ഠകളും ഉപപ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണാം, ചുറ്റി നടന്ന് പ്രാർത്ഥിക്കാം, എല്ലാം ചെയ്യാം. വിളക്ക് കത്തിക്കുകയാണെങ്കിൽ വിളക്ക് കത്തിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അത്. ഇത്രയും തിരക്ക് ഇപ്പോൾ ശിവരാത്രി ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വരാം.